ഈ അവിടെ ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അത് തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോറിന് ആർക്കെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടാത്ത ഒരു കേസല്ല. സാമാന്യ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് തിരിച്ചും ആളെ നമുക്കായാലും കൊല്ലാൻ ഒരാളെ വേണ്ടിയിട്ട് ഒരാളെ വണ്ടി മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തി നോക്കുന്ന ആളുകളാ. ഒരാളെ വണ്ടി ഇടിച്ച് മനഃപൂർവ്വം ചെയ്തേക്കുന്ന കാര്യമാണ്. ബോണറ്റും അത്രയും നേരം അയാൾ 1 കിലോമീറ്ററോളം ആ പയ്യൻ ഇതേപോലെ വണ്ടിയുടെ മുകളിൽ പിടിച്ച് കിടന്നു. അപ്പോഴായാലും എന്തോരം വിഷയം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവരുടെ മനസ്സ് അതാണ് പറയുന്നത്. ക്രൂര മനസ്സാണ്. അപ്പോൾ അവരിങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ള ഇവരെ ഫോഴ്സിലുള്ള ആളുകളുടെ മനസ്സ് എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മലയാളികളായാലും മൊത്തം ചിന്തിക്കുന്നതല്ലതാണ്. കാരണം 1 കിലോ ഇപ്പം നമ്മളൊരാളെ തന്നെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ ആശുപത്രി ഉണ്ടാവും. ഇവർ ബോണറ്റും വെച്ചുകൊണ്ട് പോരുമ്പോൾ ഈ കൊച്ചു ചെറുക്കൻ അലറി വിളിക്കുകയാണ്, പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുള്ളത് ഭയങ്കര സ്പീഡിൽ. അപ്പോൾ ഈ കുറച്ച് പിള്ളേർ സെറ്റ് ബൈക്കിന് പോയിട്ട് അവർ തിരിച്ച് പിന്നാലെ വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് വീണിട്ട് അവിടെ നിന്ന് ഇവർ വണ്ടി ഓടിച്ചു വന്നിട്ട് ഈ അവരാണ് ആദ്യം കണ്ടത്. അവർ ഓടിച്ചു വന്നിട്ട് ആ പിള്ളേർ നമ്മുടെ അടുത്ത് പറഞ്ഞ അറിവുണ്ടോ, ഓടിച്ചു വന്നിട്ട് ഈ വണ്ടി എടുക്കാൻ അവർക്ക് പറ്റിയില്ല. ഇവർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് പിള്ളേർ, അവിടെ വാടകയ്ക്ക് താമസിക്കേണ്ട പിള്ളേരുകൾ, ആണുങ്ങൾ, അവരും പെൺപിള്ളേരൊക്കെ ഉണ്ട്, കുറച്ചുണ്ടായിരുന്നു. അവരവിടെ നിന്ന് വന്ന് വണ്ടി തടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി ഓടി കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യനടിയിൽ പോലീസിനെയൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്ത. അപ്പോൾ എന്നിട്ട് പിന്നെ ഫ്രണ്ട് എടുത്ത് മാറ്റി. നമ്മളെത്തുമ്പോഴേക്കും ആള് മരിച്ചു. കാരണം ആൾക്ക് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല.